തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. തമിഴക വെറ്റുകഴകം സ്ഥാപകനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് ഒഴിഞ്ഞ സീറ്റിൽ ആരാകും പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും ഉയരുന്നത്. സിനിമാ ലോകത്തെ പ്രമുഖ താരങ്ങളായ നടി തൃഷയും നടനും സംവിധായകനുമായ രാഘവ ലോറൻസിനെയും ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ വിജയമാണ് ടി.വി.കെയും വിജയിയും സ്വന്തമാക്കിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ശക്തിയായി ഉയർന്ന ടി.വി.കെയെ അധികാരത്തിലെത്തിക്കാൻ വിജയ് നിർണായക പങ്ക് വഹിച്ചു. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും 2ഇടത്തും വിജയിക്കുകയും ചെയ്തു. അവയിലൊന്നായിരുന്നു തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലം, മറ്റൊന്ന് പെരമ്പൂർ മണ്ഡലമായിരുന്നു. ഭരണഘടനാപരമായ ചട്ടങ്ങൾ പ്രകാരം ഒരു സീറ്റ് മാത്രം നിലനിർത്താൻ കഴിയുന്നതിനാൽ വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് സീറ്റിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. ഇതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മുഖ്യമന്ത്രി വിജയ് ഒഴിഞ്ഞ മണ്ഡലമായതിനാൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളേക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഉള്ളത്. വിജയ് വ്യക്തിപരമായി വിജയിച്ച മണ്ഡലത്തിൽ പാർട്ടിക്ക് വീണ്ടും വിജയം നേടാനാകുമോ എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. അതേസമയം ഇവിടെ പരാജയം സംഭവിച്ചാൽ അത് മുഖ്യമന്ത്രിയായ വിജയ്ക്ക് നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ തിരിച്ചടിയായി വിലയിരുത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനിടെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ ടി.വി.കെ സ്ഥാനാർത്ഥിയായി നടി തൃഷയെ പരിഗണിക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വ്യാപകമായി പ്രചരിച്ചിരുന്നു. സിനിമാ ലോകത്ത് വലിയ ജനപ്രീതിയുള്ള താരമായ തൃഷയെ മത്സരിപ്പിച്ചാൽ പാർട്ടിക്ക് വലിയ ശ്രദ്ധ നേടാനാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മണ്ഡലത്തിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും മുൻഗണന നൽകേണ്ടതുണ്ടെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമായതായാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് രാഘവ ലോറൻസിന്റെ പേര് രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായി ഉയർന്നുവന്നത്. നടൻ, സംവിധായകൻ, നൃത്ത സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ലോറൻസ് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും സാമൂഹ്യ സേവന രംഗത്തെ ഇടപെടലുകളിലൂടെയും വലിയ ജനപ്രീതി നേടിയ വ്യക്തിയാണ്. നിരവധി ആരാധകരുള്ള അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന വിലയിരുത്തൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്ത് തന്റെ പേരുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്ന് ലോറൻസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ നിരവധി മാധ്യമപ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും തന്റെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് വിശദീകരണം തേടിയതായി അദ്ദേഹം വ്യക്തമാക്കി. തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നതിനാൽ പൊതുജനങ്ങൾക്ക് വ്യക്തത നൽകേണ്ടത് ആവശ്യമായി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ തന്റെ പുതിയ ചിത്രമായ ബെൻസ് എന്ന സിനിമയുടെ ചിത്രീകരണ ജോലികളിൽ തിരക്കിലാണെന്നും അത് ജൂൺ 10 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാഘവ ലോറൻസ് അറിയിച്ചു. അതിനുശേഷം ജൂൺ 11 രാവിലെ 9:30 തന്റെ ജീവിതത്തെ സംബന്ധിച്ച ഒരു സുപ്രധാന പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമ്മയുടെ അനുഗ്രഹത്തോടെയാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു. ഈ പ്രഖ്യാപനം രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. അതേസമയം തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ വിജയ് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. നിങ്ങളിൽ ഒരാളെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കുക എന്ന് അദ്ദേഹം പറഞ്ഞതോടെയാണ് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവിനോ പ്രവർത്തകനോ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷ ശക്തമായത്. ഇതോടെ സിനിമാ താരങ്ങളെ മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കൊപ്പം പ്രാദേശിക മുഖങ്ങളെയും പരിഗണിക്കുന്നുവെന്ന സൂചനകൾ ശക്തമായി. എന്നിരുന്നാലും വിജയ് ഒഴിഞ്ഞ മണ്ഡലത്തിൽ വിജയസാധ്യത ഉറപ്പിക്കാൻ ജനപ്രീതിയുള്ള വ്യക്തിയെ രംഗത്തിറക്കണമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ രാഘവ ലോറൻസിനെ പോലെ ഒരു ജനപ്രിയ മുഖം ടി.വി.കെയുടെ തെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അദ്ദേഹം സമ്മതം അറിയിച്ചാൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ ആവേശകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ലോറൻസ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ മത്സരിക്കും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമായിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരും. ജൂൺ 11 ലോറൻസ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന തീരുമാനം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അടുത്ത വലിയ വാർത്തയാകുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പ്രവർത്തകരും ആരാധകരും പൊതുജനങ്ങളും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.